ആവശ്യമെങ്കിൽ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പാർട്ടിക്ക് ഹാനികരമായിട്ടുള്ള ഒന്നും താൻ ചെയ്യില്ല, ഭയമില്ലെന്നും നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. നിലവിൽ അന്വേഷണം മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടും. അന്വേഷണം ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുമോ? കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഞാനിതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്നെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല. അധ്യക്ഷപദത്തിൽ നിന്ന് മാറുന്നതുകൊണ്ടുള്ള അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. എബിൻ എൻ്റെ സഹപ്രവർത്തകനാണ്, ഇവിടുത്തെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റാണ്. അത്ര തന്നെ. അതല്ലേ പറയുന്നത്. നിലവിൽ എബിൻ എബ്രഹാമുമായിട്ടുള്ള പങ്കാളിത്തത്തിന്റെ മോൻസിന്റെ ശത്രുപക്ഷത്തിന് തന്നെയാണ്. കെ സുധാകരനെതിരെയുള്ളത് കെട്ടിച്ചമച്ച തെളിവുകളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയപ്പോഴാണ് കെ സുധാകരൻ പ്രതിയായത്. ആര് മൊഴി കൊടുത്താലും കേസെടുക്കുമെന്ന നിലപാടാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ കേസെടുക്കുമോ എന്നും സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയും കൂട്ടരും അഴിമതിയോടെ ചെളിക്കുണ്ടിലാണ്. അത് മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് തുടരുമെന്നും സതീശൻ വ്യക്തമാക്കി. സുധാകരൻ ഒറ്റയ്ക്കല്ല, സുധാകരന്റെ കൂടെ ജനാധിപത്യ കേരളം ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം മാറി നിൽക്കുന്നതിനെ കുറിച്ച് പാർട്ടിയെ ആലോചിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കെ സുധാകരനെ ഈ കേസിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പാർട്ടി ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ കവചവും ഒരുക്കി കൊടുക്കും. കെ സുധാകരൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ജീവൻ കൊടുത്തു. കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സംരക്ഷിക്കും, ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, 2 പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കെ സുധാകരൻ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇന്നും എന്തിന് ഈ മോൻസൺ മാവുങ്കലിനെ പ്രതിസ്ഥാനത്ത് നിർത്തണം എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ എന്നാൽ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരും, അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്ന് സതീശനും വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ തന്നെ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ആവശ്യമെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒന്നും തന്നെ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യത്തോടുകൂടി, ഒരു പ്രസ്താവനയോടുകൂടിയാണ് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ രീതിയിലാണ് ആവശ്യമെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് വളരെ ചെറിയ ഒരു പ്രസ്താവനയോടുകൂടിയായിരുന്നു അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. ചെറിയൊരു രീതിയിലുള്ള, അതായത് ആവശ്യമെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒന്നും തന്നെ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതിന്റെ പ്രതികരണം എന്നോണമാണ് ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് KPCC അധ്യക്ഷനെ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ഒരു ചർച്ച പോലും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പോലും, അതായത് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അത്തരത്തിൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും തങ്ങൾ അതിന് സമ്മതിക്കില്ല. കെ സുധാകരന് ഒപ്പം തന്നെയാണ് പാർട്ടി എപ്പോഴും. അദ്ദേഹത്തിനുള്ള എല്ലാ പിന്തുണയും അത് ജീവൻ കൊടുത്തും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും, അദ്ദേഹത്തെ സംരക്ഷിക്കും, അദ്ദേഹത്തിന് കവചമൊരുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടും എന്ന് തന്നെയാണ് VD സതീശൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് കരിദിനമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടതും അത് ജുഡീഷ്യറിയിലുള്ള തങ്ങളുടെ വിശ്വാസം ആ ജുഡീഷ്യറിയാണ് തങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വലിയ വിശ്വാസമുണ്ട് എന്നും VD സതീശനും ഇപ്പോൾ ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് VD സതീശൻ ഇന്നും ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത്
മുഖ്യമന്ത്രി പാർട്ടിക്കാർക്കും എതിരെയുള്ള അത് CPM-നും എതിരെയുള്ള പല ആരോപണങ്ങളും മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് അധ്യക്ഷനെതിരെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കേസ് എടുത്തിരിക്കുന്നത്. ഈ മോൺസൺ മാവുങ്കലുമായി പരിചയമുണ്ട് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതുമാണോ ഈ കേസിന്റെ ആധാരമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരെ കേസെടുക്കേണ്ട ആവശ്യകതയുണ്ട്. മാത്രവുമല്ല ഈ വിഷയത്തിൽ പുതിയ അന്വേഷണ സംഘം വന്നപ്പോഴാണ്, അതായത് ഡിവൈഎസ്പി റസ്തത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വന്നപ്പോഴാണ് കെ സുധാകരൻ ഇതിൽ പ്രതിയായത്. 2018 ആദ്യമായി കേസെടുക്കുമ്പോൾ അദ്ദേഹം പ്രതിയായിരുന്നില്ല. മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് 2.5 ലക്ഷം കോടി രൂപ വിട്ടുകിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോൺസൺ ഈ പരാതിക്കാരെ സമീപിക്കുമ്പോൾ അവർ ആദ്യം തന്നെ 10 കോടി രൂപ കൊടുത്തു. അന്നൊന്നും തന്നെ ഇതിൽ പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീട് 25 ലക്ഷം രൂപ നൽകിയപ്പോഴാണ് കെ സുധാകരനെതിരെ കേസെടുത്തത്. അതായത് 25 ലക്ഷം രൂപയുടെ കാര്യത്തിൽ മാത്രമാണ് 10 ലക്ഷം രൂപ കെ സുധാകരന് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ട്. ഈ 20 കോടി രൂപ, അതായത് ആദ്യം നൽകിയിട്ടുള്ള 10 കോടി രൂപ നൽകിയപ്പോഴൊന്നും തന്നെ ഇതിലൊരു അപാകത ഉണ്ടായതായിട്ട് ഈ പരാതിക്കാർക്ക് തോന്നിയില്ല. ഈ പരാതിക്കാരുടെ പശ്ചാത്തലം തന്നെ ശരിയല്ല എന്നും VD സതീശൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ കെട്ടിച്ചമച്ച തെളിവുകളാണ്. കെ സുധാകരൻ ഇതിൽ നിരപരാധിയാണ്, ഇതിന്റെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അല്പം മുൻപ് പ്രതികരിച്ചിരിക്കുന്നത്. അശ്വതി, നേരത്തെ ആദ്യം സുധാകരൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലുള്ള ആലോചനകൾ, അതായത് അദ്ദേഹം മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ട്, ആ നിലയ്ക്കുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് പാർട്ടിയിൽ പൊതുവായിട്ടുള്ള അത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു പ്രതികരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നൊരു പ്രതികരണം മാത്രമായിട്ടാണോ അതിനെ വിലയിരുത്തുന്നത്? അത് ആദ്യ പ്രതികരണം എന്ന രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. മാത്രവുമല്ല പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കാണുന്നത്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് VD സതീശനും പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ KPCC അധ്യക്ഷൻ നിലവിൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമായിരിക്കും. കാരണം KPCC അധ്യക്ഷനെതിരെ വലിയ കേസ് വരിക, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മൂലം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുക, അതിനെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായും വലിയ ക്ഷീണം സംഭവിക്കുന്നതാണ്. അതിനെ കോൺഗ്രസ് പ്രതിരോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് തൽക്കാലം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ അത് CPM-ന് ഭരണപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് വലിയ ഒരു ആയുധമായിരിക്കും. ഈ കോൺഗ്രസിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ സമയത്ത് തന്നെ നേരത്തെ അധ്യക്ഷന്മാരെ, അതായത് KPCC തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ KPCC അധ്യക്ഷൻ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും. അത് രാഷ്ട്രീയപരമായി കോൺഗ്രസിന് തിരിച്ചടിയാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് UDF-ന്റെയും കോൺഗ്രസിന്റെയും തീരുമാനമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് താൻ പറയുന്നത് എന്നാണ്. അത്തരത്തിൽ ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഈ കേസ് തുടങ്ങിയ സമയങ്ങളിലൊന്നും കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ഇദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വരാനായിട്ട് പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറാവുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹം ഹാജരായപ്പോൾ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. അത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയമായുള്ള പ്രതിരോധം തീർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ എല്ലാം മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ്, കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന് പറയുകയും അത്തരത്തിൽ ഇതിനെ പ്രതിരോധിക്കുക, രാഷ്ട്രീയമായി നേരിടുകയും ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിലവിൽ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും. അതുകൊണ്ട് നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ. അശ്വതി, ഒപ്പം തന്നെ CPM-നെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം തന്നെ VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടോ?
എബി, ഈ ദേശാഭിമാനിയിൽ വന്ന വാർത്ത മോൺസൺ മാവുങ്കലിന്റെ ബന്ധപ്പെട്ട പോക്സോ കേസിൽ കെ സുധാകരൻ അവിടെ ആ കൃത്യം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉദ്ധരിച്ച് MP ഗോവിന്ദൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു, വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു. ആ സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, മാത്രവുമല്ല ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ദേശാഭിമാനിക്കെതിരെയും കേസെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.